എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വീണ്ടും ജനനം എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. എന്താണ് വീണ്ടും ജനനം? ഇപ്പോഴുള്ള ഭൂരിഭാഗം ക്രിസ്ത്യൻ സമൂഹത്തിനും വീണ്ടും ജനനം എന്താണെന്ന് അറിയത്തുമില്ല. ആ ഒരു അനുഭവത്തിലേക്ക് അവർ വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ പ്രസക്തി ഏറെയാണ്. എന്താണ് വീണ്ടും ജനിക്കുക എന്നറിയേണ്ടത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിക്കോദിമോസിനോടുള്ള സംസാരത്തിലാണ് കർത്താവ് വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുന്നത്. ഈ വീണ്ടും ജനിക്കാതെ ഒരുവന് സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ലെന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് നിത്യതയ്ക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ പലരും ആ ഒരു വിഷയം അറിയാനുള്ള താല്പര്യമൊന്നും പലർക്കുമില്ല. പലർക്കുമുള്ളത് അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ, സൈൻസ് ആൻഡ് വണ്ടേഴ്സ്, അല്ലെങ്കിൽ പ്രൊഫറ്റിക് ഇമ്പാർട്ടേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടാണ് എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പില്ലറാണ് വീണ്ടും ജനിക്കുക എന്നിട്ട് നിത്യജീവൻ അവകാശമാക്കുക എന്ന് പറയുന്ന കാര്യം. ഇതിനു വേണ്ടിയിട്ടാണ് കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. അതുകൊണ്ട് തന്നെ ഈ തലമുറയ്ക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് വളരെ അത്യന്താപേക്ഷിതമാണ്. എനിക്കാദ്യം ഈ വിഷയത്തെക്കുറിച്ച് കാര്യമായി എനിക്കറിയില്ലായിരുന്നു. ഞാൻ പലപ്പോഴും എൻ്റെ തുടക്കകാലത്ത് ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് വീണ്ടും ജനിക്കുക, എന്താണ് അതിൻ്റെ അർത്ഥമെന്നൊന്നും പിടികിട്ടാതെ അനേക നാളുകൾ ബൈബിളുകൾ, പുസ്തകങ്ങളെല്ലാം തിരഞ്ഞ് എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ കണ്ടുപിടിക്കാൻ അനേക വഴികളിലൂടെ ശ്രമിച്ചു. പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു. എൻ്റെ തോൽവി സമ്മതിച്ച് നിന്നപ്പോഴാണ് ഈ ഒരു റെവലേഷൻ അല്ലെങ്കിൽ ഈ വീണ്ടും ജനനം എന്താണെന്ന് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നത്. വീണ്ടും ജനിക്കുക, അനുഭവത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ഏറ്റവും സ്പിരിച്വലായ, അല്ലെങ്കിൽ അത് തന്നെയാണ് ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാമെന്നല്ല, അതാണ് ട്രൂ സ്പിരിച്വാലിറ്റി. എന്താണ് വീണ്ടും ജനനം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതൊരിക്കലും പുനർജന്മമല്ല. ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് ഒരാൾ പുനർജനിക്കുക, മരണത്തിന് ശേഷം തൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് നല്ല കർമ്മങ്ങൾ ചെയ്ത വ്യക്തി നല്ലൊരു ജന്മം, മോശം കർമ്മങ്ങൾ ചെയ്ത വ്യക്തി ഒരു മോശം ജന്മമായി ഭൂമിയിൽ പിറവിയെടുക്കുന്നു എന്നാണ് പുനർജന്മത്തിൻ്റെ കോൺസെപ്റ്റ് പറയുന്നത്. പക്ഷേ ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത് ഒരിക്കലും പുനർജന്മമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അതായത് മരിച്ചു കഴിഞ്ഞിട്ട് മറ്റൊരു ജന്മമായി മാറുക എന്നുള്ളത്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ജന്മമേ ഉള്ളൂ. മനുഷ്യനായി നമ്മൾ ഒരു തവണ പിറക്കും, പിന്നെ നമ്മൾ മരിക്കും. പിന്നെ നമുക്ക് അവശേഷിക്കുന്നത് ന്യായവിധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജീവനോടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ശരീരത്തിൽ നമുക്കുണ്ടാകുന്ന മാറ്റം, ട്രാൻസ്ഫോർമേഷൻ, അതിനെയാണ് ഈ വീണ്ടും ജനനമെന്ന് ഉദ്ദേശിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, ആത്മാവിലും വെള്ളത്താലും ജനിച്ചിട്ടല്ലാതെ ഒരുവന് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ലെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ആത്മാവിലും വെള്ളത്തിലും, വെള്ളം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് പ്യൂരിഫിക്കേഷനാണ്. നമ്മളുടെ ഇന്നർ ബീങ്, നമ്മളുടെ അകം വെടിപ്പായി, ക്ലീനായി, പ്യുവറായി മാറുന്ന ഒരവസ്ഥയാണ് വെള്ളം സൂചിപ്പിക്കുന്നത്. ആത്മാവിൽ ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനെയാണ് ആത്മാവിൽ ജനിക്കുക എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവ് എങ്ങനെ നമ്മളിലോട്ട് വരും? അത് വിശ്വാസത്തിൽ, ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നിൽ പ്രകടമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ പൊസഷൻ എന്നൊക്കെ പറയുമ്പോൾ എക്സോസിസ്റ്റുകൾ, പലതരത്തിലുള്ള എക്സോസിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഈ പൊസഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബാധ കൂടുക,
അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു? മറ്റൊരു സ്പിരിറ്റ് ആ വ്യക്തിയുടെ ഉള്ളിൽ കയറുമ്പോൾ, ഒരു ഈവിൽ സ്പിരിറ്റ് കയറുമ്പോൾ സ്വഭാവത്തിൽ അല്ലെങ്കിൽ പ്രകൃതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കുന്നു. പഴയ പ്രകൃതം മാറി പുതിയ സ്വഭാവങ്ങൾ, പുതിയ രീതികൾ, വിയേർഡായിട്ടുള്ള കാര്യങ്ങൾ, ആ ഈവിൽ സ്പിരിറ്റിൻ്റെ സ്വഭാവശേഷ്ടകൾ ഒരാൾ കാണിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇയാൾ പൊസസ്ഡ് ആണ്, ഇയാളുടെ ശരിക്കിലുമുള്ള മെൻ്റൽ സ്റ്റേറ്റിലല്ല എന്ന് നമ്മൾ പറയുന്നത് അപ്പോഴാണ്. അപ്പോൾ ക്രൈസ്റ്റിൻ്റെ സ്പിരിറ്റ്, സാക്ഷാൽ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവപുത്രൻ്റെ ആത്മാവ് നമ്മളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഒരു മാറ്റമാണ്. ഇതിനെ പൊസഷനുമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തുന്നുണ്ട്. അതിന് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമുക്കൊരിക്കലും യേശുവിനെ പോലെ ആകാനോ കടലിൻ്റെ മേളിൽ നടക്കാനോ അങ്ങനെയൊന്നും സാധിക്കില്ല. പകരം നമുക്ക് സാധിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളുടെ ഉള്ളിൽ വരുമ്പോൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ. അതുപോലെ തന്നെ നമുക്കൊരിക്കലും ക്രിസ്തു നമ്മളുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ദൈവമാകുവാനോ ക്രിസ്തുവിൻ്റെ അധികാരം ഉപയോഗിക്കുവാനോ ഒന്നും നമുക്ക് കഴിയില്ല. പകരം ആത്മാവിൻ്റെ ഫലങ്ങളാകുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, അങ്ങനെയുള്ള ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകാൻ തുടങ്ങും. കാരണം നമ്മളുടെ ഉള്ളിൽ വിശ്വാസത്താൽ വസിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്പിരിറ്റാണ്. അങ്ങനെ നമ്മളുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സ്പിരിറ്റ് വസിച്ചുകൊണ്ട് ഈ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ, നേരത്തെ ദേഷ്യം, പെട്ടെന്ന് കോപപ്പെടുന്ന പ്രകൃതക്കാരനായിരിക്കാം, പക്ഷേ ക്രിസ്തു വരുമ്പോൾ ആ കോപം എനിക്ക് നിയന്ത്രിക്കാൻ ക്രിസ്തു എന്നെ സഹായിക്കുന്നു. എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തു എനിക്ക് കൃപ നൽകുന്നു. മോഹം, ലസ്റ്റ്, അത് അനിയന്ത്രിതമായിട്ട് എനിക്കുണ്ടായിരുന്നു പഴയൊരു വ്യക്തിക്ക്. പക്ഷേ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ഇന്ദ്രിയ ജയം എന്ന ആത്മാവിൻ്റെ ഫലം എൻ്റെ ഉള്ളിൽ വരുന്നു. അങ്ങനെ എൻ്റെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുന്നു, എൻ്റെ പെരുമാറ്റങ്ങൾക്ക് മാറ്റം വരുന്നു. അങ്ങനെ ഞാൻ ക്രിസ്തുവിന് അനുരൂപമായി മാറുന്നു. അങ്ങനെ മാറുമ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ പഴയ വ്യക്തിത്വത്തെ ഇല്ലാതാക്കി പുതു മനുഷ്യനെ ധരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പരിച്ഛേദനയുമല്ല അഗ്രചർമ്മമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ക്രിസ്തുവിൽ നമ്മളൊരു പുതിയ മനുഷ്യനായിത്തീരുന്നു, പുതിയ സൃഷ്ടിയായി മാറുന്നു. അങ്ങനെ നമുക്ക് സംഭവിക്കുന്ന ഒരു സ്പിരിച്വൽ റീജനറേഷനാണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ വീണ്ടും ജനനം എന്ന് ഉദ്ദേശിക്കുന്നത്, ആത്മാവിനാൽ ജനിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ നമ്മളിൽ നിന്ന് മാറി ക്രിസ്തുവിന് അനുരൂപമായ ഒരു പുതിയ വ്യക്തിത്വം, പുതിയൊരു ക്യാരക്ടർ നമ്മളിൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. ഓരോ ക്രിസ്ത്യാനിയുടെയും അല്ലെങ്കിൽ ഓരോ വിശ്വാസിയുടെയും ഏറ്റവും പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ക്രിസ്തുവിൻ്റെ മരണത്തിന് പങ്കാളിയായി തീർന്ന് ക്രിസ്തുവിൻ്റെ രൂപത്തോട്, ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുക എന്നതാണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, അതായത് ഒരു ഈവിൽ സ്പിരിറ്റ് ഒരു വ്യക്തിയിൽ കടന്നുകൂടുമ്പോൾ അദ്ദേഹത്തിന് ഈവിലായിട്ടുള്ള സ്വഭാവം വരികയാണ്. അതേസമയം നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നത് യേശുവാണ്, ദൈവമാണ്, സാക്ഷാൽ ദൈവമാണ്. അപ്പോൾ നിങ്ങളിൽ ഡിവൈൻ ക്യാരക്ടേഴ്സ് ഉണ്ടാകാൻ തുടങ്ങും. വിശുദ്ധി, അഗാപ്പെ എന്ന് പറയുന്ന സ്നേഹം, എല്ലാവരോടുമുള്ള സ്നേഹം, ക്ഷമിക്കാൻ, ദീർഘക്ഷമ, അങ്ങനെയുള്ളൊരു ഡിവൈൻ ക്യാരക്ടർ നിങ്ങളിൽ ഉണ്ടാകാൻ തുടങ്ങും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പഴയ വ്യക്തി നിങ്ങളിൽ നിന്നും ഇല്ലാതായി ഒരു പുതിയ മനുഷ്യനായി നിങ്ങൾ രൂപാന്തരപ്പെടും. അങ്ങനെ സംഭവിക്കുന്നതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീണ്ടും ജനനത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം അതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം, ക്രിസ്തുവിൽ നമ്മൾ വീണ്ടും ജനിക്കുക. അതില്ലാതെ നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ വസിക്കട്ടെ. ആ ക്രിസ്തു നിങ്ങളിൽ മാറ്റം വരുത്തട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.